45 വർഷം കാത്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധികന് നേരെ ആക്രമണം. താമരശ്ശേരി തച്ചമ്പോയിൽ തൊഴിലുറപ്പ് ജോലിക്ക് പോവുകയായിരുന്ന വയോധികന് നേരെയായിരുന്നു ആക്രമണം. മൊയ്തീൻ കോയ 72-നാണ് മർദ്ദനമേറ്റത്. നേരത്തെ ഇദ്ദേഹത്തിന്റെ അയൽവാസിയായിരുന്ന അസീസ് ഹാജിയാണ് മർദ്ദിച്ചത്. ചൊവ്വാഴ്ച 9:30-യോടെയായിരുന്നു സംഭവം. 45 വർഷം മുമ്പ് മൊയ്തീൻ കോയയും അയൽപ്പക്കത്ത് താമസിച്ച അസീസ് ഹാജിയും തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു. അന്ന് നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചുവെങ്കിലും അസീസ് ഹാജി ഉള്ളിൽ പക സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. വർഷങ്ങളായി മറ്റൊരിടത്ത് താമസിച്ചിരുന്ന മൊയ്തീൻ ഹാജി തിങ്കളാഴ്ച മറ്റ് തൊഴിലാളികൾക്കൊപ്പം അസീസ് ഹാജിയുടെ പറമ്പിൽ തൊഴിലുറപ്പിന് പോയതായിരുന്നു. തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയത്ത് അസീസ് ഹാജി സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നാൽ ജോലിക്കാരുടെ കൂടെ മൊയ്തീൻ കോയ ഉണ്ടെന്നറിഞ്ഞ് അസീസ് ഹാജി തന്റെ പറമ്പിൽ മൊയ്തീൻ കോയയെ കയറ്റരുതെന്ന് തൊഴിലുറപ്പിന്റെ ചുമതലയുള്ള സുഹറയെ വിളിച്ച് പറഞ്ഞു. ഇതേ തുടർന്ന് മൊയ്തീൻ കോയയെ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ നിയോഗിക്കുകയായിരുന്നു. ഇവിടെ പോകുന്ന വഴിയിൽ അസീസ് ഹാജി കാത്തിരുന്നാണ് ആക്രമണം നടത്തിയത്. അടികൊണ്ട് നിലത്തു വീണ മൊയ്തീൻ കോയയെ വളരെ ക്രൂരമായി ഹാജി വടികൊണ്ട് മർദ്ദിച്ചു. ഓടിയെത്തിയ സ്ത്രീകൾ അടക്കമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇടപെട്ടാണ് അസീസ് ഹാജിയെ പിടിച്ചുമാറ്റിയത്. പിന്നീട് വീട്ടുകാർ എത്തി മൊയ്തീൻ കോയയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരി പോലീസിന് പരാതിയും നൽകി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.